ഓക്കെ ഞങ്ങൾ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. സംഭവം എന്താ വെച്ചാല് ഞങ്ങക്ക് കുറച്ച് അതിർപ്പത്ത് കൗതുകം കൊണ്ട് ഒരു ജിമ്പല് വാങ്ങി. അല്ല അത് എങ്ങനെ കിട്ടിയെന്ന് കൂടി പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ ചെറിയ പൈസക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിട്ടോ എനിക്കില്ല. എനിക്കോ? അപ്പൊ അക്കൗണ്ട് ഒക്കെ എൻ്റെ ആട്ടോ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ഒക്കെ എൻ്റെ. സിൽവർ ബട്ടൺ ഒക്കെ വാങ്ങും അങ്ങനെ. അപ്പോ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ടെസ്റ്റ് ആയിട്ട് അടിച്ചതാണ് അത്. എനിക്കും അറിയില്ലല്ലോ, ഇതിങ്ങനെ കാണുമ്പോ തന്നെയല്ലേ പഠിച്ചില്ലേ. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ, ഒരു 15 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. എന്താണ് അവിടെയും വീഡിയോ ഒക്കെ മുറിഞ്ഞിട്ടൊക്കെ കേൾക്കാറുണ്ടാവുക. സംഭവം എന്താ വെച്ചാൽ നമ്മളെ റൂമ്, നമ്മളെ ഓഫീസല്ല, നമ്മളെ റൂമ് അതേമാതിരി നമ്മള് പുറത്തേക്ക് നമ്മളൊരു അങ്ങാടി ഉണ്ട്, ഒരു ബിർക്കത്ത് അങ്ങാടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ അങ്ങാടിക്ക് പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരും അതൊക്കെയാണ് അതിലുള്ളത്. പറഞ്ഞ പോലെ അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ആണ്. ഒരു ഇത് സൗണ്ടിന് ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത നമ്മള് സെറ്റ് ആക്കും. ആദ്യത്തെ വീഡിയോ ആണത്, ഒന്നാമത്തെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ഇതിപ്പോ ഞാൻ വൈജി പറയാൻ ഞാൻ ഉത്തരം പറയാം. അപ്പൊ കണ്ടോളി, അത്രേ ഉള്ളൂ. ഹലോ 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 പോയി ബാ, ആരെങ്കിലും പോയിക്കാണ്ട് ഇന്റർവ്യൂ എടുക്കുക. ബാ കടിയ മൈക്കോണ്ട കമോൺ. ആദ്യം വിസ്മയനെ പരിചയപ്പെടുത്തി കേട്ടോ. ആരില്ലല്ലോ, പുറത്തു പോ. ബാ. ഹായ്. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മളെ ഓഫീസ്. അപ്പൊ ഓഫീസിന്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അപ്പൊ നമുക്ക് ഓല ഇങ്ങോട്ട് പുറത്തേക്ക് വിളിച്ചു വരുത്താം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഓലൊന്ന് വിളിച്ചു നോക്കാം. നമ്പർ കാണിച്ചു കൊടുക്കണ്ട, ലീക്കാവും. അർഷാദ്, ഷഹബാസ് അവിടെ ഒന്നും പുറത്തേക്ക് പോയിട്ട് രണ്ടാളൊന്നും വരുമോ? നമുക്ക് റൂമ് പോയാലോ? അർഷാദ് എന്താ പറയല്ലേ, ലൈവാണ്. ഞാൻ അടിപ്പുറത്തേക്കിന് അടുത്തുണ്ട്. എനിക്കൊന്നും പറയാനില്ല. അർഷാദ് ഇപ്പൊ ഇവിടെ ഉള്ളത്? ഞാൻ ഖത്തറില്. ഖത്തറില് എന്തിനു വന്നതാണ്? ഖത്തറില് അർഷാദിന് 2026 എന്തൊക്കെയാണ് അംബിഷൻസ്? ഇത് പിടിച്ചോ. നാളെ മുതൽ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. നാളെ മുതൽ മാഷാഅല്ലാഹ് ജിമ്മിന് പോകുന്നുണ്ട്. അടുത്ത എന്താണ്? മന്തിക്കട്ടാണ്. ഈ മാസം എത്ര മന്തി കഴിച്ചു? ഈ മാസം സ്റ്റാർട്ടിങ് മന്തിയാണ്. എത്ര എണ്ണം കഴിച്ചോ? 1 2 3 ഇന്ന് കുബൂസ് നാലാമത്തെ ആയിരിക്കും. അപ്പൊ ഈ മാസം തന്നെ 4, ഇന്നത്തെ ഡേറ്റ് 4-ാം തീയതി. 4-ാം തീയതി ഉള്ളിൽ 4 മന്തി കഴിച്ച അർഷാദ് മന്തിക്കട്ടാണ്. ഇന്ന് ലാസ്റ്റ് മന്തി അവിടെ കഴിയും. പിന്നെ മറ്റന്നാൾ. അപ്പൊ മറ്റന്നാള് വരെ മന്തിക്കട്ടാണ്. അപ്പൊ അടുത്ത ആള് ലൈവാണ്. ആഷിക്ക് എവിടെ ഉള്ളത്? ഞാനിപ്പോ ഖത്തറിലാണ്. ഖത്തറിൽ എന്തിനാണ് ഖത്തറിൽ വന്നത്? ഞാൻ തന്നെയാണ് ആലോചിക്കുന്നത്, എന്തിനാണ്? എത്ര കാലമായിട്ട് ഖത്തറിൽ വന്നിട്ടുണ്ട്? ഞാനിപ്പോ ഏകദേശം ഒരു 7 months വരണ്ട്. അതെ. റിച്ചായോ? അപ്പൊ വെളിച്ചില്ല തോന്നിട്ടില്ലേ? എന്തിനാണ് ഖത്തറിൽ വന്നിട്ടുള്ളത്? അതന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത് സുഹൃത്തെ. ചോദ്യം ചോദിക്കടാ. ആഷിക്കിനെ കണ്ടാല് എത്ര പ്രായം തോന്നിക്കും? എവിടുന്ന് വരുന്നുള്ളേ ഒക്കെ എല്ലാരും ഒന്ന് കമന്റിൽ സ്പാം ചെയ്യാ. അടിക്കേ.
അപ്പൊ guys, ഇത് നമ്മൾ ഒന്നാന്നുള്ളി ഷാബാസ് അപ്പൊ ഷാബാസിന് എന്തൊക്കെയാണ് 2026 പ്ലാൻസ്? 2026 പ്ലാൻ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ നല്ല രീതിയിൽ കുറച്ചും കൂടി വളരണം. എന്താ വളരണ്ടി അത് പറയും. കഴിവുകളെ വളർത്തിയിരിക്കുന്നത് എന്താണ് കഴിവില്ലാത്തത്? എന്താണ് ഇല്ലാത്തത്? എന്താണ് ഇല്ലാത്തത്? അത് ഇല്ലാത്തത് എല്ലതും ഉണ്ട്. എത്ര കഴിവ് വളർത്തി? ഇന്ന് കഴിവ് വളർത്തി പറഞ്ഞാല് ഇന്ന് ഏകദേശം എണ്ണാൻ കഴിയുന്നില്ല. അപ്പൊ എണ്ണാൻ കഴിയുന്നതിലുപരി ഷഹബാസ് ഇന്ന് കഴിവുകൾ വളർത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. 2026 चंदन अब बोले चंदन आपको ये 2026 है ना, इसमें ये साल में क्या किया? वो बोलो 4 दिन में क्या क्या किया तो बोलो. 4 दिन में फैक्ट्री में काम किया दूसरा कुछ नहीं किया ये क्या यार നമ്മളുടെ കൂടെ ഖത്തറിൽ എത്തിയിരിക്കുന്നത് ചന്ദൻ ഫ്രം കൊൽക്കത്തയിൽ നിന്നും ചന്ദൻ എത്തിയിരിക്കുന്നത് എന്തിനാണ്? अब क्या बोला ये साल में क्या आपको डिसीजन क्या बनने वाला ഇതൊക്കെ എവിടെ പിടിച്ചടാ. അപ്പോ തത്സമയം പ്രേഷണം ചെയ്യുന്നത് സൽമാൻ. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്. നാട്ടിൽ ഇപ്പൊ ഏകദേശം ബർത്ത്ഡേ ആയി, പക്ഷെ ഇവിടെ ബർത്ത്ഡേ ആയിട്ടില്ല. അപ്പൊ ഓൻ ഇവിടെ റൂമിൽ കിടന്നു പറഞ്ഞ കമൺ ഗായ്സ്, അർഷന്റെ റൂമിലാട്ടുണ്ട്. അപ്പോ എന്താണ് 2026 എന്തൊക്കെ ചെയ്തു? 4 ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു? എന്തൊക്കെയാണ് അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ പ്ലാൻസ്? 2026 എന്തൊക്കെ ലക്ഷ്യങ്ങളാണല്ലേ? മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് റൂം വിസിറ്റ്, സൽമാന്റെ റൂം വിസിറ്റ് ആണ്. ആദ്യം സൽമാന്റെ കബോർഡ് തുറക്കാം. കുറച്ച് പാന്റ് ഉണ്ട്, കുറച്ച് ഫുൾ കളക്ഷൻസ് ആണ്. താഴത്തേക്ക് ഒരു വള്ളിച്ചെരുപ്പ് ഉണ്ട്, ഒരു ഷൂ ഉണ്ട്, കുറച്ച് ട്രാക്ക് ഷൂട്ട്. മാഗി എന്തിനാ? സത്യം പറയുകയാണെങ്കില് അർഷാദിന്റെ റൂമിലേക്ക്, അർഷാദിന്റെ അൾമാറ ഇത് അവന്റെ ബെഡാണ്. അവന്റെ അൾമാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവന്റെ അൾമാറ. അവന്റെ അൾമാറയില് എന്തൊക്കെയുള്ളതെന്ന് അതെ തീർച്ചയായും ഇതാണ് അവന്റെ ലിപ്സ്റ്റിക്. ഇതാണ് അവന്റെ ഇന്ന് മറ്റേ ഫേസിൽ തേച്ചില്ലേ, വെളുക്കാൻ വേണ്ടി തേക്കുന്നത്. ഇതാണ് അവന്റെ പിന്നെ ഐഡന്റിറ്റി ആയിട്ടുള്ള പെർഫ്യൂം. ഈ സ്മെല്ലിലാണ് അവന് പലരെയും വീഴ്ത്തിയിട്ടുള്ളത്. പിന്നെ അവന്റെ ഹെയർ ഫാളിനുള്ള മറ്റേ താരം എന്തൊക്കെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് ഖുർആനാണ്. എന്റെ മോനെ, ഇതാണ് അവന്റെ ഫ്രീക്ക് കണ്ണട. ഇത് വെച്ചാലാണ് അവന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. എത്രത്തോളം ആ ലുക്ക് നോക്കിയ നിങ്ങള്. ഇത്രയും ലുക്കുള്ള ഒരു ചെക്കനെ ഇനി എവിടെയെങ്കിലും കാണാൻ കിട്ടോ? അതിലൊന്നുമില്ല, അതിന്റെ കവറാണ്. കണ്ണടാള് ഇവിടെ കൊറേ കണ്ണടാളുണ്ട്. ഇവിടെ കൊറേ ഉണ്ട്, ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു. നമ്മളാരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ്. അല്ല ഇത് സംഭവം എത്രയായി? 100 എവിടെ കിട്ടി? തെമ്മൂലോ? പൈസ ഉള്ള സൽമാൻക്കും നിംഷാദിനും എന്തും കാട്ടാ. അത് പ്രകാരം ബാക്കിയുള്ളവരും നോക്കാൻ പറ്റാ. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ വാങ്ങിയ സൽമാനും നിംഷാദിനും പ്രത്യേകം അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. എന്താണ് ഇവർ ഇങ്ങനൊക്കെ ആവണേ? ഞാൻ നിർത്തി. ഇങ്ങനെന്താ ഇത്ര ശമ്പളം പഠിച്ചാണല്ലോ തരാം? അല്ല അങ്ങനെ ആവുമ്പോ അല്ലെങ്കിൽ എല്ലാരും ആകും.
67 അല്ലേ? വിളിച്ചൊരു ഫോർത്തില്ല പോയോക്കാം. അപ്പൊ അവിടുത്തെ നടക്കാം. ക്ലൈമറ്റ് സെറ്റ് അല്ലേ? ആ കിട്ടണത് ആ കിട്ടിയാ കഴിച്ചില്ലായി. അല്ല ആ കിട്ടിയത് മതി. കിട്ടീനെടുത്തൂടെ? കിട്ടീനെടുത്തൂടെ നമുക്ക്? ഇതാണ് നമ്മളങ്ങാടി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാത്ത ഇതാണ് നമ്മളെ ടെസ്റ്റർ സൽമാൻ. അതായത് നമ്മളങ്ങാടി അത് മതി. ഈ അറബികള് പരിഷ്കാരികള് സൂക്ക് എന്നൊക്കെ വിളിച്ചു. പക്ഷെ നമ്മളെന്താ അങ്ങാടി ബിർക്കത്ത് അങ്ങാടി. അല്ല ഈ വീഡിയോ കാട്ടണ്ടേ പേടിയല്ലോ. പക്ഷേ 2026 എനിക്ക് ആ ഒരു ഉദ്ദേശമില്ല. എനിക്ക് ഉദ്ദേശം ഉണ്ടോ? കെട്ടണം എന്നുള്ള ഉദ്ദേശം. അപ്പൊ പ്രേക്ഷകരാരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അർഷാദിന് പറ്റിയ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യാ. അർഷാദ് അക്കൗണ്ടിനാണ് ജോലി. അതെ, പ്രായം 25 വയസ്സ്. 25 സ്റ്റിൽ നോട്ട് ഔട്ട് ആണ്. സുമുഖനെ സുന്ദരനും. എനിക്ക് 2026 എനിക്ക് ആ ഒരു പ്രതീക്ഷ ഇല്ല. അതുള്ളത് ഒരേ ഒരു അർഷാദിനാണ്. ഇത് കാണാത്ത രീതിയിൽ വെക്കണം. പിന്നെ എല്ലാരും കാണാത്ത രീതിയാണല്ലോ. എല്ലാരും കാണും. മറ്റേതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഏത് റോഡ് ഇങ്ങനെ കൈ പിടിച്ചാ മതി. അതല്ലേ നമ്മൾ ഇന്നലെ പോയ മുട്ടായി ഇവിടെ എന്തോ വെച്ചാലോ ബാബാ ഈ മുട്ടായി ഉണ്ടോ? അപ്പൊ ബിർക്കത്തിന്റെ അങ്ങാടിയിൽ ഞങ്ങൾ ഇത് കൊറേ തപ്പി നടന്ന ഒരു സാധനമാണ് ഈ മുട്ടായി. അപ്പൊ ഇത് ബിർക്കത്തിന്റെ അങ്ങാടിയിൽ ഈ ഷോപ്പിന്റെ പേര് സഫാരിന്റെ ഓപ്പോസിറ്റ് ജെറിക് സീറ്റ്. അപ്പൊ നമുക്കിതൊന്ന് തിന്നു നോക്കാം. സംഭാവന ചെയ്തിട്ടുള്ളത് ബർത്ത്ഡേ ബോയ് ആയിട്ടുള്ള ഇത്. എന്നാ നമ്മള് ചിലപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ബ്ലോഗ് ഇടുള്ളൂ. അപ്പൊ അന്നും ബർത്ത്ഡേ എന്ന് പറയുന്നതാരും. നാട്ടു പോണത് ആ സാധനം മറ്റേ സാധനം ഫോണ് അറിഞ്ഞിട്ടുണ്ടാവും. ഓരോന്നും കൂടി എടുക്കണോ? അല്ലേ വീട്ടിലെ സാധനം. സൽമാനെ എന്നാ ഉറിയാല് ഞാൻ സ്പോൺസർ. ഇനി ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യണോ? ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എന്താ കടന്റെ പേര് എന്തിനാ എടാ? അത് സൂമി കടന്റെ പേര് സൂമി. ബിർക്കത്തില് ഈ മുട്ടായി വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങോട്ട് വരാം. അപ്പൊ നല്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഈ പരിപാടി കണ്ടിന്യൂ ചെയ്താലോ? അത് ഇടണോ? നമ്മളുടെ സ്വന്തം ഷാക്കിർ ദിൽബർ. എന്താണ് ചാനലിന്റെ പേര്? ദിൽബർ എന്താ പറയാളേ? എന്താ സംഭവം? ടോപ്പിക് എന്താ? ടോപ്പിക് എന്തും പറയാം. എനിക്ക് 2026 എന്റെ ലക്ഷ്യങ്ങൾ എന്താ? സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ പറയാനുള്ളതല്ല, ചെയ്ത് കാണിക്കാനുള്ളതാണ്. എന്തൊക്കെ ചെയ്ത് കാണിക്കും അത് പറയും. എന്തൊക്കെ കാണിക്കും അത് പറയും.
പിടിച്ചണ്ട പറഞ്ഞു ചെയ്യാനുള്ളത് പറയൂല, ചെയ്ത് കാണിക്കും. അറിയില്ല. അപ്പൊ ഇന്ന് നമ്മളുടെ എങ്ങനെയാന്ന് വെച്ചാല് പേടിയില്ലല്ലോ, മമ്പാട്ടേരല്ലേ, ലൈവാണ്. ഞങ്ങളെ വൺ ആൻഡ് ഓൺലി അഹമ്മദ്, ഞങ്ങളുടെ സ്വന്തം ചാനൽ ഏതായിരുന്നത്? എന്നോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ഷോ ഓഫ് ഇട്ടിരിക്കുന്നത് ക്ലാസ്സാത്തി താത്തി. അപ്പൊ ഇതാണ് കോഴിക്കോടിന്റെ അല്ലല്ല സോഷ്യൽ മീഡിയയിൽ മൂപ്പര ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഏതൊക്കെ ന്യൂസിലായിരുന്നു? ഏഷ്യൻറ്റ് ന്യൂസ്, 24 ന്യൂസ്, റിപ്പോർട്ടർ റിവ്യൂ, എല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ളൊരു ഫേസ് ആണ് ഇത്. രണ്ടു വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പോയി വന്നിട്ട് സംസാരിക്കും. എനിക്ക് ഒരുപാട് സംസാരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വരണം. സോറി നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വരാനുള്ള റീസൺ? അപ്പൊ ഞാൻ അപ്പൊ അഹമ്മദ് നമ്മളെ കൂടെ കൊറേ കാലം ഉണ്ടായിരുന്നു. അഹമ്മദ് നമ്മളിപ്പം കൊറേ കാലം ഉണ്ടായിരുന്നു. കൊറേ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോ മുതൽ നമ്മളെ റൂമിൽ ഉള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ ഇങ്ങോട്ട് അപ്പൊ അഹമ്മദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അഹമ്മദ്. നമുക്ക് റൂമിൽ പോയി സംസാരിച്ചാലോ? ഒരു മെയിൻ പരിപാടിയില്ല, അങ്ങോട്ട് പോയി വരും. ആദ്യം അമ്മേനെ ഡിസ്ക്രൈബ് ചെയ്യണം. അമ്മ ഇല്ല, എനിക്ക് കുറച്ച് വ്ളോഗും പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടാണ് വരാന്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് നമ്മളെ കിഡു സൽമാന്റെ ബർത്ത്ഡേ ആണ്. ഇത് ആഘോഷത്തിന്റെ രാവുകളാണ് ഇന്ന് മുതല്. ഖത്തർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, കാണാൻ പോകുന്ന കഥകളും കാഴ്ചകളാണ് നിങ്ങൾക്ക് വ്ളോഗിൽ കാണാൻ പോണത്. ഓക്കെ,